പ്രിയമുള്ളവരെ, ആനന്ദം യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ഈ ശുശ്രൂഷയിൽ പങ്കാളികളാകണമെന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിഘടിത വൈദികർക്ക് സപ്പോർട്ട് നടത്തുന്ന, അവരെ പിന്തുണയ്ക്കുന്ന സമർപ്പിത സമൂഹത്തോടൊരു ചോദ്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങളെ സമർപ്പിത ജീവിതത്തിലേക്ക് കരങ്ങൾ പിടിച്ചുയർത്തിയത് കത്തോലിക്ക തിരുസഭയിലെ മെത്രാന്മാരാണോ, വിഘടിത സമൂഹത്തിലെ വൈദികരാണോ? നിങ്ങൾക്ക് കടപ്പാട് മാർപ്പാപ്പയോടാണോ, മെത്രാന്മാരാണോ, അതെയോ വിഘടിതരായി നിൽക്കുന്ന പുരോഹിതരോടാണോ നിങ്ങളുടെ കടപ്പാട്? അറിയുവാനായിട്ട് താല്പര്യമുണ്ട്. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, നിങ്ങൾ ഈ സമൂഹത്തിന് നൽകുന്ന ഇടർച്ച അത്ര ചെറുതാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസത്തിലേക്ക് കരങ്ങൾ പിടിച്ച് ഉയർത്തുന്ന സഭയിലെ ശക്തികളാണ് സമർപ്പിത ജീവിതങ്ങൾ. വിശുദ്ധ കുർബാനയ്ക്ക് കുഞ്ഞുങ്ങളെ ഒരുക്കുന്നു, മതബോധന ക്ലാസ്സുകളിൽ ആളുകളെ പഠിപ്പിക്കുന്നു, സ്കൂളുകളിൽ ശുശ്രൂഷ ചെയ്യുന്നു, ഡോക്ടറായിട്ടും മറ്റ് നേഴ്സായിട്ടും മറ്റ് ഉയർന്ന തലങ്ങളിലൊക്കെ നിങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ആ പ്രവർത്തനത്തെയെല്ലാം തിരുസഭ, അൽമായർ, വിശ്വാസികളൊക്കെ വളരെ ആദരവോടും സ്നേഹത്തോടും കൂടിയാണ് നോക്കിക്കാണുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം വിപരീതമായി നിങ്ങൾ സഭയിലെ വിഘടിത വൈദിക സമൂഹത്തോട് ചേർന്ന് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലനീയമാണ് എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എത്രയോ ആളുകൾക്ക് നിങ്ങൾ ഇടർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധ കുർബാനയ്ക്ക് ഒരുക്കുമ്പോൾ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും സഭയെയും മാർപ്പാപ്പായെയും മെത്രാന്മാരെയും അധ്യാപകരെയൊക്കെ അനുസരിക്കണമെന്ന് നിങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ആ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിൽ കരങ്ങൾ ചേർത്ത് വെച്ചൊരാത്മശോധന ചെയ്തേ. മാർപ്പാപ്പയെയും സഭയെയും മെത്രാൻ സംഘത്തെയൊക്കെ അനുസരിക്കാതെ സഭയെ ശിഥിലമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഘടിത വൈദികരുമായി ചേർന്ന് നിങ്ങൾ ആ വിഘടിത പ്രവർത്തനങ്ങൾക്ക് ശക്തി കൂട്ടുമ്പോൾ നിങ്ങൾ ആർക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്? യേശുക്രിസ്തുവിനാണോ? വിഘടിത വൈദികരുടെ നിലനിൽപ്പിന് വേണ്ടിയാണോ നിങ്ങൾ ഈ സാക്ഷ്യം വഹിക്കുന്നതെന്ന് നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നത് നല്ലതാണ്. പ്രിയപ്പെട്ടവരെ, സമർപ്പിതരെ, ഈ പ്രത്യേക കാലഘട്ടങ്ങളിൽ അഭിമന്യ പാമ്പ്ളാനി പിതാവിൻ്റെ നേതൃത്വത്തിൽ സഭയിൽ അനുരഞ്ജനമുണ്ടായി കാണുവാൻ പ്രവർത്തിക്കുമ്പോൾ അതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ, അതിനൊന്നും വില കൽപ്പിക്കാതെ വിഘടിതർക്കൊപ്പം നിന്ന് സഭയെ നശിപ്പിക്കുവാൻ നിങ്ങൾ ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അപലപനീയമാണ്. അതുകൊണ്ട് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക, നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അങ്ങേയറ്റം വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. രാത്രിയുടെ രാവുകളിൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങളുടെ മഠങ്ങളിൽ പാപികൾക്കും രോഗികൾക്കും ആകുലർക്കും ഒക്കെ വേണ്ടി കരങ്ങൾ വിരിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മധ്യസ്ഥം വഹിക്കുന്നവരാണ് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആ പ്രാർത്ഥനകളും യാചനകളും ഒക്കെ ദൈവത്തിനു മുമ്പിൽ അർത്ഥവത്തായി മാറണമെങ്കിൽ, ആത്മാർത്ഥതയോടെ ഉള്ള പ്രാർത്ഥനയായി മാറുവാൻ, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠതായി എന്ന് അരുളി ചെയ്ത ആ കർത്താവ് ഈശോ മിശിഹായുടെ മുമ്പിൽ, അവൻ്റെ വചനത്തിന് മുമ്പിൽ നിങ്ങൾ ശിരസ്സ് നമിച്ച് അനുസരണമെന്ന വ്രതമെടുത്ത് നിങ്ങൾ അനുസരണത്തിലേക്ക് കടന്നു വന്ന് യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തു സ്ഥാപിച്ച സഭയെയും അനുസരിച്ച് കീഴ്വഴങ്ങി സഭാമക്കൾക്ക് മാതൃകാപരമായ ജീവിതം നയിക്കുന്നവരായി തീരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവാനുഗ്രഹമായി തീരണമെങ്കിൽ നിങ്ങൾ അനുസരണ വ്രതമെടുത്ത് നിങ്ങൾ അനുസരിക്കുന്നവരായിട്ട് മാറുമ്പോൾ മാത്രമേ അത് ഫലഭൂഷ്ടമാകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിവേകം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.